ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അതിനായിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും വാട്ടി വെച്ചിട്ടുണ്ട്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉള്ളി അരിഞ്ഞത്, മുളക് അടിച്ചത്, മല്ലിച്ചപ്പും പുതിനയും, തൈര്, ചെറുള്ളി അടിച്ചത്. നമ്മൾ ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉള്ളി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് ഷെയറാക്കുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് ഇടുന്നത്, അപ്പോൾ അതിനായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഉള്ളി കടിച്ചത് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി അടിച്ചതും, ചീരുള്ളി അടിച്ചതും, കരിവേപ്പിൻ്റെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് വരട്ടെ, ഇതുവരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇനി അടുത്ത ആവശ്യമുള്ള സാധനം തക്കാളി ആട്ടോ. തക്കാളി ഇതേപോലെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അത് നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ്, ഒരു കുത്തലുണ്ടാവും, അതൊക്കെ ഒന്ന് പോകുന്നവരെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിട്ട് നല്ല വഴറ്റി കൊടുത്തിട്ട് അപ്പോൾ നല്ല അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ഇച്ചതില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചപ്പും ആ കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ. അതിന് ശേഷം നമ്മളിതിലേക്ക് ഇറച്ചി, ബീഫിൻ്റെ ബിരിയാണി ആട്ടോ വെക്കുന്നത്. അത് ബീഫ് നമ്മൾ കറിക്ക് വെട്ടിയ പോലെയാണ് നമ്മൾ ബീഫ് വെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം വഴറ്റിയെടുക്കുക കേട്ടോ. അത് ഈ വലിയ പീസ് അതിരിക്കാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത കേട്ടോ ബീഫ്. നമ്മൾ എന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ടിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കളറ് കമ്മിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്, എന്നാൽ കുറച്ച് പുളിയുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഷേപ്പിൽ വന്നിട്ടില്ലേ. അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കൂടെ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിലേക്ക് ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. സാധാ നെയ്ച്ചോറൊക്കെ വെക്കണ മരിക്കാട്ടോ ഞാൻ വെക്കാറ്. അതേ മരിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടാറ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി
അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കേട്ടോ മലപ്പുറത്ത് ബിരിയാണി എങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സ്മെല്ലും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമതും ചോറ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുരുമുളക് ഇതേമാതിരിക്ക് ഗരം മസാല പൊടിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരിയും മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദമ്മ് ഇടുക കേട്ടോ. അത് അതിൻ്റെ മൂടിയായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം നമുക്കിത് സിമ്മിൽ ആക്കിയിട്ട് വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ ഇത് തുറന്നു കേട്ടോ. അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ ഒരു ചെറിയ കുപ്പി നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് നെയ്യ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. താങ്ക് യു.